ഹായ്, ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുവോ, ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പണ്ട് കാലത്തൊക്കെ അച്ചാച്ചനും ആങ്ങളമാരും ഒക്കെ ഉണ്ടല്ലോ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ശനി ഞായറും മാത്രമേ ഉള്ളൂ കാശാപ്പേ. വല്ലപ്പോഴും മാത്രമേ ഇട ദിവസം പന്നീനെ വെട്ടുള്ളൂ. എപ്പോഴാണേലും അവിടെയൊക്കെ ഇറച്ചി മേടിച്ചുകൊണ്ട് വരുമ്പോഴുണ്ടല്ലോ, ഇന്നത്തെ പോണൊക്കെ കവറോ കിറ്റോ ഒന്നുമില്ല. ഈ വലിയ തേക്കലയില്ല, വീതിയുള്ള തേക്കല, ആ തേക്കലയ്ക്കകത്ത് ഇങ്ങനെ വലിയ ഓരോ പീസായിട്ട് അന്നെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഓരോ പങ്കൊക്കെയാണ് തൂക്കി കൊടുക്കുന്നത്. അപൂർവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചിട്ട് തേക്കലയ്ക്കകത്ത് ഇങ്ങനെ കെട്ടി വാഴനാരിൻ്റെ ഇടയ്ക്ക്, വാഴനാര് വെച്ചാൽ കെട്ടുന്നത്. എന്നിട്ട് ആ വാഴനാരിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഈ പൊട്ടിയ വാഴനാരിൻ്റെ ഇടയിൽ കൂടെ ഇറച്ചി പീസൊക്കെ ഇങ്ങനെ ചാടി ചുകരത്തുള്ളികളൊക്കെ ഇങ്ങനെ ഇറ്റിറ്റിറ്റിറ്റിറ്റിറ്റ് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവരുവേ. എന്നുവെച്ചിട്ട് അത് കൊണ്ടുവന്ന് ചട്ടിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഞുറുക്കി പിറക്കി വേണം. ഇന്നൊക്കെ ഞുറുക്കി കിട്ടുമല്ലോ, ഞുറുക്കി എന്നിട്ട് അമ്മച്ചി ഉപ്പുകല്ലും വാരി അങ്ങോട്ട് ഇടും. എന്നിട്ട് അതെങ്ങനെയാണ് വെക്കുന്നതെന്നറിയാവോ? ഓർക്കുമ്പം തന്നെ വായിൽ വെള്ളം വരും. എന്നുവെച്ചിട്ട് കുറച്ച് ഉള്ളി പൊളിക്കും, ചുമന്നുള്ളി. അന്നൊന്നും സബോള ചേർക്കിയല്ല, ചുമന്നുള്ളി ഇട്ട് ഇഞ്ചി അരിഞ്ഞിടും, കറിവേപ്പിലയും കാണും. ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചിട്ട് വറ്റൽമുളകും മല്ലിയും മഞ്ഞളും കൂടെ വറക്കും. ചട്ടിയിലിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് വാങ്ങി വെച്ച് കഴിയുമ്പോഴാണ് ഒരു ശകലം പെരിഞ്ചീരകം ഇടും, ഗ്രാമ്പൂ ഉണ്ടേ 1-2 ഗ്രാമ്പൂ ഇടും. ഇത്രയും മാത്രമേ ചേർക്കത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു 2-3 കുരുമുളകും ഇടും. ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടാണ് ഇത് അരയ്ക്കും. നല്ലതുപോലെ വെണ്ണ പോലെ അരയ്ക്കും. ആദ്യമേ അരച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ചെറിയ ഉരുളയെടുത്ത് ഈ സബോളയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയൊക്കെ ഇട്ട് വെച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി അങ്ങ് പെരട്ടി വെച്ചിട്ട് 2 ഉപ്പുകല്ലും കൂടെ ഇട്ടുണ്ടല്ലോ, നല്ല മൺചട്ടിക്കകത്തോട്ട് വിറകടുപ്പിലോട്ട് അങ്ങ് വയ്ക്കും. അടുത്ത അരപ്പ് അരച്ചുകൊണ്ട് വരുമ്പോഴത്തേന് ഇവനൊന്ന് തിളച്ചൊന്നും മായപ്പെടും. ആ ബാക്കി അരപ്പും കൂടെ ഇട്ട് ആ അരകല്ലെല്ലാം കൂടെ ഒന്ന് കഴുകി പിറക്കി ആ വെള്ളമെല്ലാം കൂടെ ഒഴിച്ച് തട്ടി പൊത്തി അങ്ങ് വെക്കും. നല്ല ഒരു തിള അങ്ങ് വന്നു കഴിയുമ്പോൾ ആ തീയെല്ലാം ഇങ്ങ് വലിക്കും. എന്നിട്ട് ഒരു മുട്ടിക്കഷ്ണം മാത്രം വെക്കും. എന്നിട്ട് ഇതൊരു 1-1.5-2 മണിക്കൂർ കഴിഞ്ഞുണ്ടല്ലോ, ഒന്ന് തുറക്കുമ്പോഴത്തെ ഒരു മണമുണ്ടല്ലോ. തിളച്ച് ഇത് എണ്ണ കടുക് താളിക്കുന്നതിന് മുമ്പ് തന്നെ എണ്ണയൊക്കെ മുകളിലിങ്ങ് തിളച്ചങ്ങ് പൊങ്ങി വരും. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കടുക് താളിച്ചാൽ മതി. എന്നുവെച്ചിട്ട് കപ്പപ്പുഴുക്കിൻ്റെയോ ചക്കപ്പുഴുക്കിൻ്റെയോ എന്തിൻ്റെ കൂടെ വീണയിലും അങ്ങ് കഴിക്കും. ആ വഴിയെ കയറി പോകുന്നവർ പറയും, കറിവേപ്പിള്ളി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയും ചക്കപ്പുഴുക്ക് വാൻ തോന്നുന്നു നല്ലതെന്ന് വിളിച്ചു ചോദിക്കും. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് കാണിച്ച് തരണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ ഈ ഉണ്ടാക്കുന്ന വിധം ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ. അപ്പം നമ്മൾ കമൻറ്റ് ബോക്സിൽ കാണാം. അപ്പം ടാറ്റാ ബൈ ബൈ.